السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. ബഹുമാനമുള്ള പഠിതാക്കളെ, വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആളുകൾ എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്ന ജീവിതത്തിലും ആളുകളുടെ ശ്രദ്ധ എത്താത്ത നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അറിവ് പഠിക്കാനാണ്, ഇൽമ് പഠിക്കാനാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആരെങ്കിലും അറിവ് പഠിക്കാൻ വേണ്ടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് ഹദീസിൽ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അറിവിൻ്റെ ശ്രേഷ്ഠതകൾ എണ്ണുമ്പോൾ പണ്ഡിതന്മാർ എണ്ണുന്ന പല ഹദീസുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ച് അലീമാണ് എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് അലീമാണ് എന്ന് പറഞ്ഞു. മഹത്തായ വിശേഷണങ്ങളാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് തന്നെ അറിവുണ്ടാവുക എന്നുള്ളത് വലിയ ഒരു നേട്ടവും അള്ളാഹുവിൻ്റെ ഔദാര്യവുമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ ഒരു അറിവ് കരഗതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്നതാണ്. അതിൻ്റെ പല ഗ്രന്ഥങ്ങളുണ്ട് ആ വിഷയത്തിൽ. അതിൽ ചെറിയൊരു ഗ്രന്ഥമാണ് നമ്മൾ പഠനത്തിനെടുത്തിട്ടുള്ളത്. അതിലിനി നമ്മളിനി വായിക്കാനുള്ള 24-ാമത്തെ ബൈത്താണ് ഇനി പഠിക്കാനുള്ളത്. ബൈത്ത് ഇങ്ങനെയാണ്: വസായിലുൽ ഉമൂരി കൽ മഖാസിദി വഹ്കും ബിഹാദൽ ഹുക്മി ലിസ്സവാഇദി. ഇത് ഏറെ ശ്രദ്ധേയമായ ഒരു ഖാഇദയാണ്, ഒരു പൊതുനിയമമാണ്, പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ, വസായിലു എന്ന് പറഞ്ഞാൽ വസീലത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. വസീലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്കുള്ള മാർഗം, മാധ്യമം, വഴി, ഇതൊക്കെയാണ് വസീല എന്ന് പറയുക. വസായിലുൽ ഉമൂരി, അപ്പോൾ ഏത് കാര്യങ്ങളുടെയും മാർഗങ്ങൾ കൽ മഖാസിദി, അത് മഖ്സദുകളെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളാണ് മഖ്സദുകൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. നിസ്കരിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പം അത് മഖ്സദാണ്, അതാണ് ഗായത്ത്, അതാണ് മഖ്സദ്. നിസ്കരിക്കണം എന്നുള്ളതാണ് മഖ്സദ്. അത് ഈ മഖ്സദിൻ്റെ അതേ വിധിയായിരിക്കും, അതേ കൂലിയായിരിക്കും അതിൻ്റെ വസീലക്കെന്നാണ് പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരണത്തിൽ പറയും. വഹ്കും ബിഹാദൽ ഹുക്മി, ഇതേ വിധി നീ നൽകണം. വഹ്കും, നീ വിധിക്കണം. ബിഹാദൽ ഹുക്മി, ഈ വിധി. ലിസ്സവാഇദി, അധികം വരുന്ന കാര്യങ്ങൾക്ക് നീ ഇതേ വിധി വിധിക്കണം. നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹു നിസ്കരിക്കണം എന്ന് പറഞ്ഞു, അതാണ് മഖ്സദ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ നമ്മൾ പള്ളിയിലേക്ക് വന്നല്ലോ,
ആ പള്ളിയിലേക്ക് വരൽ വസീലയാണ്. പള്ളിയിലേക്ക് വരൽ എന്താണ്? വസീലയാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ ഹുക്കം എന്താണ്? വാജിബാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കൽ വാജിബാണ്. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വരുന്നതും എന്താകും? വാജിബാകും. അതേ കൂലിയും നമുക്ക് കിട്ടും. നിസ്കാരത്തിന്റെ കൂലി തന്നെ കിട്ടും, ഇങ്ങോട്ട് വരുമ്പോഴും കിട്ടും. കാരണം വസീലകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്സദുകളുടെ അതേ ഹുക്കുമാണ് അല്ലാഹു വെച്ചിട്ടുള്ളത് ദീനിൽ. അപ്രകാരം തന്നെ സവായിദ്, നമ്മൾ ഈ കർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി, നല്ല കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം, ഒരു മഖ്സദിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്ത് നിസ്കാരമാണ്. അപ്പോൾ അത് ജമാഅത്ത് നിസ്കാരം വാജിബാണ്. അപ്പോൾ വരൽ വാജിബാകും. അപ്പോൾ അതിന്റെ കൂലിയും കിട്ടും. തിരിച്ച് നമ്മൾ ഇത് പൂർത്തിയാക്കി നമ്മൾ വീട്ടിലേക്ക് തന്നെ എത്തണമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത് വരെയും കൂലി ഉണ്ടാകുന്നു. ഇതേ കൂലി വീട്ടിലേക്ക് എത്തുന്നത് വരെയും ഉണ്ടാകുന്നാണ് ഈ പറഞ്ഞത്. അതിങ്ങനെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. വസായിലുൽ ഉമൂരി കൽമാ ഖാസിദി വഹ്കും ബിഹാദൽ ഹുക്മി ലിസ്സവായിദി. ഇതാണ് ഖായിദ. അങ്ങനെ നോക്കുമ്പോൾ ഇതിലിപ്പോ വസായിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു. വസായിൽ എന്താണെന്ന് പറഞ്ഞു, മഖ്സദ് എന്താണെന്ന് പറഞ്ഞു. മഖ്സദ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അത് നിരോധിച്ച കാര്യങ്ങൾ മഖ്സദാണ്. അപ്പൊ ഒരാള് കള്ള് കുടിക്കുക എന്നുള്ളതാണ് ഹറാം. അപ്പൊ കള്ള് കുടിക്കാൻ വേണ്ടി പോകുന്നതും എന്താകും? ഹറാമാകും. അതേപോലെ തന്നെ ഇതൊക്കെ എല്ലാത്തിലേക്കും ഉണ്ട് എന്നർത്ഥം. സവായിദ് എന്ന് പറഞ്ഞാൽ മഖ്സദിനും വസീലക്കും ഒക്കെ അപ്പുറത്ത് അതിന് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം. പള്ളിയിൽ വരുന്നു, അത് വസീലയാണ്. നിസ്കരിക്കുന്നു, അത് മഖ്സദാണ്. ഇതാ ഒരു ടെർമിനോളജി പഠിക്കാന്നുള്ളൂ. അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ലാഹു ഉദ്ദേശിച്ചത്, നമ്മളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് മഖ്സദ്. അതിലേക്കുള്ള മാർഗമാണ് വസീല. അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ആ കർമ്മം, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് സായിദത്ത്. അപ്പോൾ ആ കർമ്മം പൂർത്തിയാക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് അതിന്റെ സവായിദ്. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെയും ഇതൊക്കെ ആ ഹുക്കും അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നർത്ഥം. ഇത് വെച്ചിട്ടാണ് ഇതിന് അറിയപ്പെട്ട ഈ ഖായിദ അറിയപ്പെടൽ, ഖവായിദുൽ ഫിഖ്ഹിൽ അറിയപ്പെടൽ അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ് എന്നാണ് ഖവായിദുൽ ഫിഖ്ഹിയുടെ ഭാഷയിൽ ഇതിനെ പറയല്. പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയല്. അൽ വസായിലു, മാർഗങ്ങൾ, മാധ്യമങ്ങൾ, ലഹ, അവക്ക് അഹ്കാമുൽ മഖാസിദി, മഖ്സദിന്റെ അതേ ഹുക്കുമായിരിക്കും. അത് അമ്രൻ വ നഹിയൻ, അത് അമ്രാണെങ്കിലും നഹിയാണെങ്കിലും, സവാബൻ വ ഇഖാബൻ, ശിക്ഷയാണെങ്കിലും കൂലിയാണെങ്കിലും അതേ ഹുക്കുമ് കിട്ടും എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇനി ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ പണ്ഡിതന്മാർക്ക് പറയണം, മാലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ഒരു വാജിബ് പൂർത്തിയാക്കാൻ എന്തെല്ലാം ആവശ്യം ഉണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ, അപ്പൊ അതൊക്കെ വാജിബാകും എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, സത്റുൽ ഔറത്തി വാജിബുൻ. ഔറത്ത് മറക്കുക, നഗ്നത മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ? നിർബന്ധമാണ്. അപ്പൊ അതിനു വേണ്ടി വസ്ത്രം വാങ്ങലും എന്താകും? നിർബന്ധമാകും. കാരണം മറക്കണമെങ്കിൽ വസ്ത്രമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കലും നിർബന്ധമാകും. സ്വലാത്തുൽ ജമാഅത്തി വാജിബത്തുൻ. അപ്പൊ അതിലേക്ക് നമ്മൾ പോകലും, ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോകലും വാജിബാകും. അതേപോലെ തന്നെ ഇതിന്റെ കൂലിയും ഫദ്ലും ശ്രേഷ്ഠത അങ്ങനെ തന്നെയാണ്. ഇതിന്റെ അതേ ശ്രേഷ്ഠത ആ മാർഗത്തിന് നമുക്ക് കിട്ടുന്നർത്ഥം. അതേപോലെ സുന്നത്തിന്റെ അടുത്താൽ സിവാക്ക്, പല്ല് തേക്കൽ മുസ്തഹബായ ഒരു കാര്യമാണ്. സുന്നത്തല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. നമ്മൾ പഠിപ്പിച്ചൊരു സുന്നത്താണ്. പല്ല് വൃത്തിയുള്ളതായി വെക്കണം. ഖുർആന് ആ ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഖുർആന്റെ വഴി നമ്മൾ വൃത്തിയാക്കി വെക്കണം. അതേപോലെ തന്നെ എപ്പോഴും പല്ല് തേക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. നിർബന്ധമല്ല, പക്ഷെ സുന്നത്താണ്, മുസ്തഹബാണ്. എന്നാൽ ചെയ്യേണ്ടതാണ്. സുന്നത്തിന്റെ അർത്ഥം എന്താണ്? ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞേ, സുന്നത്ത് പറഞ്ഞാൽ എന്തല്ല, അതങ്ങനെ ശീലിച്ചിട്ട് സുന്നത്ത് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കാനുള്ളതാണെന്നാണ് പഠിച്ചു വെച്ചത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചര്യ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം തന്നെ. ചര്യ എന്ന് പറഞ്ഞാൽ എന്താ? പിൻപറ്റപ്പെടേണ്ടതെന്നാണല്ലോ. അപ്പൊ ആ ഒരു സുന്നത്തിനെ പിൻപറ്റാനാണ് അത് പഠിപ്പിച്ചത്. അപ്പൊ പല്ല് തേക്കാൻ വേണ്ടി നമ്മൾ ബ്രഷ് വാങ്ങൽ എന്താകും? സിവാക്ക് വാങ്ങൽ എന്താകും? സുന്നത്താകും. അതിന്റെ അതേ കൂലിയും കിട്ടും.
അപ്പൊ അങ്ങനെ ആ ഒരു നിയ്യത്ത് വെച്ചോളി. മക്രൂഹായ ഒരു കാര്യം, പിന്നെ മക്രൂഹായ എന്താ കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പള്ളിയിലേക്ക് വഖ്തിന്റെ സമയത്ത് നമ്മൾ ഉള്ളി കഴിച്ച് പള്ളിയിലേക്ക് വരൽ മക്രൂഹാണ്. അങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ ഉള്ളി കഴിക്കൽ ആ വായ്നാറ്റം ഉണ്ടാകുന്നതുകൊണ്ട് മക്രൂഹാണ്. അപ്പൊ ആ സമയത്ത് അതിന് ഉള്ളി വാങ്ങാൻ പോലോ മക്രൂഹാകും, അത്രേ ഉള്ളൂ. അതേപോലെ ഹറാമ്, പിന്നെ അന്യ പെണ്ണുങ്ങളെ നോക്കല് ഹറാമാണ്. ഷെയ്ഖ് കൊടുത്തൊരു ഉദാഹരണങ്ങൾ കണ്ടില്ലേ, നമ്മൾ സ്ക്രീനിൽ കണ്ടു. അന്നദറു ഇലൽ അജ്നബിയാത്തി ഹറാമ്, അന്യ സ്ത്രീകളെ നോക്കൽ എന്താണ്? ഹറാമാണ്. അപ്പൊ ആ നോക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങല്, പർച്ചേസ് ചെയ്യല്, സബ്സ്ക്രിപ്ഷൻ എടുക്കല് എല്ലാം എന്താകും? ഹറാമാകും. അതിനു വേണ്ടി ചെയ്യുമ്പോൾ എന്താകും? ഹറാമാകും. ആ വാങ്ങല് ഹറാമാകും. അപ്പോൾ അത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് വസീലയായത് ആ കാര്യത്തിന്റെ ഹുക്കുമ് എടുക്കുന്നതാണ്, കൂലി എടുക്കുന്നുള്ളതാണ്. ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ ഓതുന്ന ഒരു ആയത്തുണ്ടല്ലോ, സൂറത്ത് യാസീനിലെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് ഖണ്ഡിതമായി പറയണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, എന്നിട്ട് വനക്തുബു മാ ഖദ്ദമു, അവർ ചെയ്തു വെച്ചത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കും. ആസാറഹും, അതിന്റെ ആസാറുകൾ രേഖപ്പെടുത്തി വെക്കും എന്ന് പറഞ്ഞാൽ അതിലൊരു വ്യാഖ്യാനം അതാണ്, അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മൾ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത വസീലകളും അതിനപ്പുറം ചെയ്യുന്ന, അതേപോലെ അതിന് തുടർച്ചയായി വരുന്ന കാര്യങ്ങളും. ഒരാളൊരു കാര്യം ബാക്കിയാക്കി വെച്ച് പോയാൽ, നമ്മൾ ഉസ്താമാരൊക്കെ ഇടക്ക് പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്, ഒരാളൊരു ദീനിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ അത് എന്നേക്കുള്ളതാണെങ്കിൽ, കുറെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ ആ കൂലൊക്കെ ആർക്ക് എഴുതിക്കൊണ്ടേ ഇരിക്കും പഠിച്ചവൻ. അപ്പം ആ ഖദ്ദമു എന്നുള്ളത് മാത്രമല്ല, വാസാറഹും, അവരുടെ ആസാറുകളുള്ള എഴുതി വെക്കുന്നുള്ളു. അപ്പൊ അതിൽ വസീലയും പെടും എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആയത്തുകൾ ആ വിഷയത്തിൽ ഉണ്ട്, എല്ലാം നമ്മൾ ഓർന്നില്ല. പിന്നെ ബലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ് ദീന്റെ കൽപ്പന. അത് ദീന്റെ എല്ലാ മാസിയത്തിലും ഇതാണ് കൽപ്പന. മാസിയത്ത് ചെയ്യരുത് എന്നാകൂല. എന്തൊരു കൽപ്പന? അടുക്കന്നെ ചെയ്യരുത്. അത് സിനയിൽ മാത്രമല്ല, ഒരു മാസിയത്തും അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? അടുക്കുക പോലും ചെയ്യരുത്. ഒരു മാസിയത്തും ചെയ്യരുത് എന്നാവില്ല ദീൻ കൽപ്പിക്കുക. ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ്. ഞാൻ അതിന്റെ അടുത്തുകൂടി ഇങ്ങനെ പോകും, പക്ഷെ ഞാൻ എന്ത് ചെയ്യൂല, അത് ചെയ്യൂല എന്ന് പറയരുത്. ഞാൻ കള്ളുഷാപ്പിലൊക്കെ കയറും, പക്ഷെ കള്ളുടിക്കൂല, അങ്ങനെ പറയരുത്. ഹറാമുണ്ടെങ്കിൽ അവിടുന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ഒരു എന്താ പറയുക, ഗാംഭീര്യത്തിൽ പറയാണ്, ഞാൻ കള്ളുഷാപ്പിലൊക്കെ ചിലപ്പോൾ ആളുകളുടെ കൂടെ ഒക്കെ പോകും, പക്ഷെ ഞാൻ കുടിക്കൂല, അങ്ങനെയാണ് ഒന്നും പറയരുത്. കാരണം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യരുത്? മഅസിയത്ത്, ഒരു തെറ്റ് ഹറാമാക്കി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? അടുക്കുക പോലും ചെയ്യരുത് എന്നുള്ളതാണ് ശറഈന്റെ പൊതുവെയുള്ള ഒരു ഖാഇദ. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള വസീലകളിൽ നമ്മൾ പെട്ടുപോകരുത്. ഇപ്പൊ നമ്മൾ ആദ്യം ഓതി വെച്ച ഹദീസ് ഇതിന് തെളിവാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് അന്വേഷിക്കുമ്പോൾ നമ്മൾ ഇൽമ പഠിക്കൽ, അതിന്റെ കൂലി നമുക്ക് നമ്മളിപ്പോ പള്ളിയിലേക്ക് വരുമ്പോൾ അതിലേ കിട്ടിത്തുടങ്ങും. നമ്മൾ നിയത്തിൽ എന്തുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അതിന്റെ കൂലി നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് അർത്ഥം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി, മുസ്തഹബായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് വലിയൊരു പ്രതിഫലം തന്നെയാണല്ലോ. പിന്നെ ഇവിടെ ഒരു കാര്യത്തിന്റെ മുത്തമ്മിമായ കാര്യങ്ങൾ, മുത്തമ്മിം എന്ന് പറഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്താണ് ലക്ഷ്യം? പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കണം, ഖവായിദുൽ ഫിഖ്ഹിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണം. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, വസീലയാണ് എന്നുള്ള നിലക്ക്. ഇനി ആ ലക്ഷ്യം പൂർത്തിയാക്കണേ നമ്മൾ എങ്ങനെ തിരിച്ചെത്തണം? ലക്ഷ്യം പൂർത്തിയാക്കി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തണ്ടേ? അപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ആരുടെ ഫളലാണ്? അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കൂലി തന്നോണ്ടേ ഇരിക്കണം ഓരോ വിഷയത്തിന്. അപ്പൊ നന്മയിൽ ഉള്ളവർക്ക്
ഒരുപാട് കൂലി ആര് കൊടുക്കും? അള്ളാഹു കൊടുക്കും. അതിന്റെ മാർഗം സ്വീകരിച്ചാൽ, അതിനെ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു ഇങ്ങനെ പിന്നെ കൂലി കൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കാരണം ഇത് പൂർത്തീകരണം അധികം ഉള്ളതാണെന്ന് പറയാൻ കാരണം നമ്മൾ നിസ്കാരം എന്നുള്ള മക്സദ് കഴിഞ്ഞല്ല. സലാം വീട്ടുന്നതോടെ എന്ത് കഴിഞ്ഞു? നിസ്കാരം കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് കൂലില്ലേ? കൂലിണ്ട്. ഏതുവരെ ഉണ്ട്? നമ്മളാ ലക്ഷ്യം പൂർത്തിയാക്കി നമ്മളാ മടങ്ങി നമ്മളെ വീട്ടിൽ എത്തുന്നവരെ എന്തുണ്ടാകും? കൂലി ഉണ്ടാകും. ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വലിയൊരു ഔദാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏത് നന്മ ചെയ്യുമ്പോഴും ഈ നിയത്തുകളും ഈ കാര്യങ്ങളും നമ്മളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ എന്നർത്ഥം. ഹജ്ജിന് പോവുകയാണ് നമ്മൾ. ഹജ്ജിന് പോയി തിരിച്ചെത്തണവരെ എന്തുണ്ടാകും? കൂലി ഉണ്ടാകും. ഉംറക്ക് വേണം. ഉംറ പോയി നമ്മൾ നാട്ടിൽ തിരിച്ചെത്തണവരെ എന്തുണ്ടാകും? കൂലി ഉണ്ടാകും. നമ്മൾ ആ നീയത്ത് വളരെ പരിശുദ്ധമായ നീയത്താക്കി വെക്കുക. അറിവ് പഠിക്കാൻ വേണ്ടി പോവാണ്, തിരിച്ചെത്തണം. ഇപ്പൊ ദർസിലെ കുട്ടികളുണ്ട് ഇവിടെ. നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തണവരെ ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. വലിയ ഫضലാണ്. കാരണം അറിവ് പഠിക്കാൻ വലിയ സാഹചര്യം പഠിച്ചു തന്നു. തിരിച്ചെത്തണ ഒരു വലിയ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അൻ ഉബയ്യ് ഇബ്നു കഅബ് ഒരു ഹദീസും കൂടി പറയാണ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, കാന റജുലുൻ, ഒരു മനുഷ്യനുണ്ടായിരുന്നു, ലാ അഅലമു റജുലൻ അബ്അദ മിനൽ മസ്ജിദി മിൻഹു, പള്ളിയിൽ നിന്ന് വളരെ വിദൂരമാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തെക്കാൾ വിദൂരമായ വീടുള്ള ആരും എനിക്ക് അറിയൂല എന്ന് ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്. വകാന ലാ തുഖ്തിഉഹു സ്വലാത്തുൻ, അദ്ദേഹത്തിന് ഒരു നിസ്കാരവും മിസ്സാവലില്ല, ഒരു നിസ്കാരം നഷ്ടപ്പെടലില്ല. ഖാല ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, ഔ ഖുൽതു ലഹു, ഞാൻ തന്നെ, വേറെ റിവായത്തിലുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് തന്നെ പറഞ്ഞു, ലൗ ഇസ്തറൈത ഹിമാറൻ തർകബുഹു ഫിൽ ളൽമ വഫിർ റംള, ഈ മണലാരണ്യത്തിൽ ഈ ഇരുട്ടയിൽ ഒരു കഴുതനെ വാങ്ങി അതിന്റെ പുറത്തു കയറി പോന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല മാ യസുറുനി അന്ന മൻസിലി എന്ന് തുടങ്ങുന്നൊരു ഹദീസുണ്ട്. എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, എനിക്ക് പള്ളിന്റെ അടുത്താകല് പോലും എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, കാരണം അത്രയും ദൂരം എനിക്ക് എന്താകാലോ, നടന്നു വരാലോ എന്ന് അദ്ദേഹം പറഞ്ഞൊരു ഹദീസുണ്ട്. ഇതിന്റെ പൂർത്തീകരണം ഫുള്ളി ഞാൻ അതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പൊ എന്താണ് ഈ ഹദീസ് അറിയിക്കുന്നത്? ഒരു മനുഷ്യൻ തിരിച്ചു പോകുമ്പോ വരെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? കൂലി കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ആ രൂപത്തിൽ ഇതിനെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി തന്നെ ഈദിന് പുറപ്പെടുമ്പോ രണ്ട് വഴിയിലൂടെ പോകുന്ന കേട്ടില്ലേ നിങ്ങൾ? ഈദിന് വരുമ്പോ ഒരു വഴിയും പോകുമ്പോ വേറൊരു വഴി എന്നൊക്കെ കേട്ടിട്ടില്ല? അതൊക്കെ ഇതിൽ പെടും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ കൂടുതൽ പഠിക്കാൻ നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ ഒരു ഖായിദ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല അർത്ഥമുള്ള ഒരു ഖായിദയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടും. നമ്മളൊരു കാര്യം, നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും എന്തിന്റെ കൂലി കിട്ടും? ആ നല്ല കാര്യത്തിന് എന്താണ് ആ ഹുക്കും, ആ ഹുക്കുമിൽ ഉണ്ടാകും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ദീനിന്റെ ഒരു അടിസ്ഥാന ഖായിദയാണ്. വസായിലുൽ ഉമൂരി കൽ മഖാസിദി വഹ്കും ബിഹാദൽ ഹുക്മി ലിസ്സവാഇദി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ പരിശ്രമിക്കാനും നന്മയിൽ മുന്നേറാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവ് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. നാളെ സ്വർഗത്തിലും ഇതുപോലെ ഒരുമിച്ച് കൂടിയിരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബിനാ വകർരിഹ് ഇലൈനൽ കുഫ്ര വൽ ഫുസൂഖ والعصيان اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك يا رب العالمين اللهم صل وسلم وبارك على نبينا وحبيبنا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.